ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആ, നീ വന്നോ? ആ, അല്ല എന്ത് പറ്റിയതാ വണ്ടിക്ക്? കഴിഞ്ഞ മാസം റിജോ വന്നപ്പോ ഒരു കുഴപ്പമില്ലാണ്ട് ഓടിച്ച വണ്ടിയല്ലേ? അത് പിന്നെ അവൻ പോയ പിന്നെ ആരാ ഇത് ഓടിക്കുന്നത്? അതുകൊണ്ടായിരിക്കും. ഞാനാണെങ്കിൽ ഇത് ഇടയ്ക്കൊന്ന് ഓടിക്കണ കാര്യം മറന്നും പോയി. അല്ല എന്നാ റിജോ തന്നെ? അവൻ മറ്റന്നാ വരും. ഇത് നമുക്ക് ഇന്ന് തന്നെ ആ സോളമന്റെ വർഷം റെഡിയാക്കാം. ഇതിന്റെ കീ എന്ത്? ആ, അതിപ്പോ എടുക്കാം. ആ, സ്റ്റാർട്ടാകുന്നില്ല. ഇത് സെൽഫ് എടുക്കലല്ലേ? ആ വേണ്ടടാ, അത് ഞാൻ നോക്കിയതാ. അത് അവരോട് വിളിച്ചു പറഞ്ഞാ അവരും ഒന്ന് കൊണ്ടുപോകും. എന്തിന്? ഇത് ഞാൻ തള്ളിക്കൊണ്ട് പോയിക്കോളാം സാറേ. വർക്ക്ഷോപ്പ് വരെയോ? പിന്നല്ലാതെ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ സാറേ? ആ, നീ പോലെ വണ്ടിയോടെ വെച്ചിട്ടേ നീ ഇങ്ങോട്ട് വന്നേ. ദാ ഇതേ 3500 രൂപയുണ്ട്. പിന്നെ വേണമെങ്കിൽ നീ വിളിച്ചാൽ മതി, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. സോളമൻ്റെ നമ്പറിലേക്ക്. ഏയ് അത്രയൊന്നും ആവില്ല സാറേ. പറയാൻ പറ്റില്ല. ഇനി അവിടെ ചെന്നിട്ട് അത് മാറ്റണം ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ കാശ് പോരെങ്കിലോ? റിജോനി ഈ വണ്ടിയോട് അത്രക്ക് ഇഷ്ടമാണല്ലേ? അത് പിന്നെ അവൻ ആദ്യമായി വാങ്ങിക്കൊടുത്ത വണ്ടിയല്ലേ. അത് കഴിഞ്ഞല്ലേ ഇപ്പൊ ഓടിക്കുന്ന ബൈക്ക് വാങ്ങിയത്. നാട്ടിലെത്തിയ അവൻ ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ഒരു കണക്കിന് ഇവിടേക്ക് ഇതാ നല്ലത്. ഓടിക്കാൻ എളുപ്പമല്ലേ? മറ്റേത് കുട്ടുകുട്ടു എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാ എനിക്ക് പേടിയാ സാറേ. ശരി സാറേ, എന്നാ ഞാൻ പോയിട്ട് വരാം. ഓ ആ, നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23. ആ ആൻ്റപ്പാ, ആ ഞാനിപ്പോ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളു. ആഹാ, എന്താടാ വണ്ടിക്ക് എന്ത് പറ്റി? ഓ
ഇത് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന്. ഇതാ വർഗീസാറിന്റെ മോന്റെ വണ്ടിയല്ലേ? അതെ. അവിടെ ഒന്ന് അനങ്ങിയാ മതി. നീ അവിടെ വേണമല്ലേ എന്തിനും ഏതിനും. അത് പിന്നെ ഞാൻ വർഷങ്ങളായല്ല ആ വീടുമായിട്ടുള്ളൊരു ബന്ധം. അയാൾ പിന്നെ അത്യാവശ്യം സഹായിക്കുകയൊക്കെ ചെയ്യും അല്ലടാ? പിന്നെ അല്ലാതെ സാറ് നല്ല മനുഷ്യനാ. ആ അല്ലാതെ അവിടെ അയാളുടെ അടിയാളനായിട്ട് കൂട്ടിയിട്ട് എന്ത് കാര്യം? സഹായങ്ങൾ കിട്ടണം. അതൊന്നും ഞാൻ ചോദിക്കാതെ തന്നെ അങ്ങേര് തരൂടാ. ആഹാ. ആ എടാ, സഹായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, നീ എനിക്കൊരു 1500 രൂപ കടമായിട്ട് തന്നെ സഹായിക്കണം. എടാ നീ ഇതെന്ത് ചോദ്യമാണ് ഞാൻ ചോദിക്കണത്? 500 രൂപ ആരോട് ചോദിക്കണമെന്ന് വിചാരിച്ചാ ഞാൻ നടക്കണത്. നിന്നെ കണ്ടപ്പോൾ ഞാനൊന്ന് പ്രതീക്ഷിച്ചു, അത് അസ്ഥാനത്തായി. എൻ്റെ കയ്യിൽ എവിടെ നിന്നാടാ? പിന്നെ ഇതെന്തായി മടക്കി കൂട്ടി പോക്കറ്റിലിട്ട് വെച്ചാണ്? അത് വണ്ടി ശരിയാക്കാൻ വർഗീസ് സാർ തന്നുവിട്ട കാശാണ് 3500 രൂപ. എടാ എങ്കിൽ പിന്നെ നിനക്ക് ആ വർഗീസാറിനോട് ചോദിച്ചപ്പോടാ. എടാ എത്രയെന്ന് ഇതാണ് ചോദിക്കണത്? മിനിഞ്ഞാന്ന് വീടിൻ്റെ വാടക തികഞ്ഞിട്ടേ 4000 രൂപ വാങ്ങിച്ചേ ഉള്ളൂ സാറിനോട്. പിന്നെ ഇന്ന് എന്ന് എങ്ങനെയാണോ ചോദിക്കണത്? എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടാ. എടാ നീ അവിടെ നിന്നടാ. എടാ ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. നീ ഇങ്ങോട്ട് മാറിയേ, ഞാൻ തള്ളാം. ആ നോക്ക് എടുത്തോ. ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്നു വരാം. സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം. പ്രഭാഷകൻ 37-ാം അധ്യായം 8-ാം വാക്യം. നീ ഇവിടെ ഇല്ലേ? ഞാനിപ്പോ വരാം. ആ എടാ ഇത് ഞാൻ പോയിട്ട് വരുമ്പോൾ തീർത്ത് വെച്ചേക്കണം കേട്ടോ. ആയിക്കോട്ടെ. ആ ആ ചേട്ടാ, എന്തായി? എന്തു പറ്റി? വണ്ടി സെൽഫ് എടുക്കണില്ല. ഞാനൊരു സ്ഥലം വരെ പോവാൻ ഇറങ്ങിയത്. നമ്മുടെ വർഗീസ് സാറിന്റെ മോന്റെ വണ്ടിയാ. ആ വർഗീസ് സാറിന്റെ മോന്റെ വണ്ടിയാണല്ലേ? അതെ. എന്താണ് സ്റ്റാർട്ടാണല്ലേ? സെൽഫ് എടുക്കണില്ല. അതെ, ഇത് സെൽഫിന്റെ സ്വിച്ച് പോയേക്കണേന്ന്. ആ പിന്നെ ഇതാ ഈ ആക്സിലേറ്റർ കേബിൾ മാറ്റേണ്ടി വരും. ആ കേട്ടാ. അല്ല എത്ര സമയം എടുക്കും? അത് ഇപ്പൊ ശരിയാക്കാം. എടാ ജോപ്പോളെ, ആ അതെ അതിന്റെ ആക്സിലേറ്റർ കേബിള് മാറ്റണം. പിന്നെ സെൽഫ് സ്വിച്ച് ഇല്ലേ, അതും ഒന്ന് ശരിയാക്കണം. അതാ വർഗീസ് സാറിന്റെ വണ്ടിയാണേ, പെട്ടെന്നൊന്ന് ശരിയാക്കൂട്. അല്ലേട്ടാ അപ്പൊ എത്ര കാശാവും? കാശാ? അത് ഇപ്പൊ ആ കേബിള് 400 രൂപ, പിന്നെ എല്ലാം കൂടി ഒരു 700 രൂപയിൽ നിൽക്കും. അപ്പൊ ഞങ്ങള് പോയിട്ട് വന്നാൽ അല്ലെങ്കിൽ നിൽക്കണ? അത് നിങ്ങൾ പോയിട്ട് വാ, ശരിയാക്കി വെച്ചോളൂ കേട്ടാ. എടാ ഇതപ്പോ ഒന്ന് പെട്ടെന്ന് ശരിയാക്കൂടും. ശരിയാക്കി. അപ്പൊ ശരിയെന്നാ. ശരിയാ. എടാ ആ സോളോമൻ പറഞ്ഞത് കേട്ടോ. സെൽഫ് സ്റ്റാർട്ടിന്റെ സ്വിച്ച് കംപ്ലൈന്റ്, ആക്സിലേറ്റർ കേബിൾ മാറ്റണം, എല്ലാം കൂടി ഒരു 700 രൂപയുടെ പണി. അതെ, അതിനെന്താണ്? നിനക്ക് 1500 രൂപയുടെ ആവശ്യമുണ്ടോ? എനിക്ക് 500 രൂപ, വർക്ക്ഷോപ്പിൽ 700 രൂപ, നിന്റെ കയ്യിൽ 3500 രൂപയുണ്ട്.
ഇതെല്ലാം കൂടി മൊത്തത്തിലൊരു കണക്ഷൻ ഇല്ലേ? എന്ത് കണക്ഷൻ? നീ ഒരു കഥ കേട്ടിട്ടുണ്ടോ? കഥയോ? ആ, വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോയ ഒരാളുടെ കഥ. അയാള് വെള്ളത്തിൽ ഒഴുക്കിപ്പെട്ടപ്പോ ദൈവം നേരിട്ട് വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചേ ഒഴുകി വന്ന തടിക്കഷ്ണത്തിലോ മരത്തിലോ ഒന്നും പിടിക്കാതെ ദൈവം നേരിട്ട് വരുമെന്ന് കരുതി കാത്തിരുന്ന് വെള്ളത്തിൽ മുങ്ങിച്ചത്ത കഥ. ആ കഥ എന്തിനാണ് നീ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? എടാ, അയാൾ മരിച്ച് ദൈവത്തിന്റെ അടുത്ത് ചെന്നപ്പോ ദൈവത്തിനോട് അയാൾ പരാതി പറഞ്ഞു. എന്നാലും എൻ്റെ ദൈവമേ, എന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാൻ നേരിട്ട് വന്നില്ലല്ലോ എന്ന്. അപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ തടിക്കഷ്ണങ്ങൾ, കടപുഴകിയ മരങ്ങൾ എല്ലാം അയച്ചു തന്നില്ലേ? എന്നിട്ട് നീ അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. പിന്നെ കഥ തന്നെയല്ല പറഞ്ഞോണ്ടിരിക്കണത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിനക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായി. വേണോ വേണ്ടെന്നുള്ള ആത്മസംഘർഷം നടക്കുകയാണല്ലേ? നടക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളാണ് ഇവിടെ മുഴച്ചു നിൽക്കേണ്ടത്. നിന്റെ തീരുമാനം പോസിറ്റീവ് ആണെങ്കിൽ ഐഡിയ എൻ്റെ കയ്യിൽ റെഡിയാണ്. എന്താണ് ഐഡിയ? എടാ, സെൽഫ് സ്റ്റാർട്ടറിന്റെ മോട്ടർ അടിച്ചുപോയി. അതൊരു ഫൈനൽ സെറ്റപ്പ് ആകുമ്പോഴല്ലോ ഒരു 2000 രൂപ വരും. ഇത് പുതിയത് മാറിയോ ഇല്ലയോ എന്ന് ഈ സാറ് നോക്കാൻ പോകണോ? ഏത്? നമുക്ക് രണ്ടുപേർക്കുള്ള കാശ് ഈ തടിക്കഷ്ണത്തിൽ നിന്ന്, സോറി, സെൽഫ് സ്റ്റാർട്ടറിന്റെ മോട്ടറിൽ നിന്ന് ഉണ്ടാക്കാം. എന്താ? അത് ഈടാ, ഇനിയൊന്നും ആലോചിക്കാനില്ല. ഓക്കെ. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു. എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം വാക്യം. ദാ കണ്ടോ, ഇത്രേ ഉള്ളൂ. വണ്ടി ശരിയാക്കി വറീസാറിൻ്റെ വീട്ടിലെത്തിച്ചു. വർക്ക്ഷോപ്പിൽ ഇത്രയായി. ബാക്കി ഇതേ ഇത്രയൊന്നും പറഞ്ഞ് സാറ് വീട്ടിലില്ലാത്തതുകൊണ്ട് സാറിൻ്റെ ഭാര്യ ഏൽപ്പിച്ചു. എന്താ, ഇതുവരെ ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? അത് ഓക്കെയാണ്. കണ്ട, ഒരു കുഞ്ഞിന് പോലും സംശയം വരാതെ കാര്യങ്ങൾ ക്ലീൻ ആയില്ലേ? ഇങ്ങനെയാണ് അവസരങ്ങൾ നമ്മുടെ മുന്നിലെത്തുമ്പോൾ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വിനിയോഗിക്കേണ്ടത്. എന്നാലും ഞാൻ സാറിനെ വിളിച്ച് ഈ വിവരം പറയേണ്ടിയിരുന്നു. ആകെ ഒരു അസ്വസ്ഥത. ഏയ്, അത് ആദ്യമായതുകൊണ്ട് നിനക്കത് തോന്നുന്നതാ. ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും നീ ചിന്തിക്കുക പോലുമില്ല. ഇപ്പതാ ഈ പോക്കറ്റിൽ കിടക്കുന്ന കാശിനെ പറ്റി മാത്രം ഓർക്കുക. നീ വന്നേ, വാ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. എന്താ ആ സോളമനും വർഗീസാറും കൂടി അവിടെ സംസാരിക്കണം? അപ്പൊ ചേട്ടനിപ്പോ എവിടെ പോവാ? ഞാൻ ഇവിടെ വരെ വന്നതാ. ആണല്ലേ? ഇതിപ്പോ ആകെ മൊത്തം പ്രശ്നമല്ല. എന്ത് പ്രശ്നം? ഈയിടെ ഇതിപ്പോ എല്ലാ കാര്യങ്ങളും സോളമൻ വർഗീസാറിനോട് പറഞ്ഞു കൊടുക്കൂലേ? അതിനിപ്പോ അവര് നമ്മളെ കണ്ടല്ലോ. നമ്മളെ കണ്ടില്ലെങ്കിൽ എന്താണ്, അവര് തമ്മിൽ കാര്യങ്ങൾ പറയൂലേ? എന്റെ പൊന്നു, ഇങ്ങോട്ട് മാറി. സോളമൻ ഈ വഴിക്ക് വരെയെങ്കിൽ നമ്മളെ കാണണ്ട. ഇങ്ങനെ വാങ്ങിക്കട്. വണ്ടി ഇപ്പൊ വർക്ക്ഷോപ്പിൽ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് മതി. വന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ശരിയെന്നാ. ഓക്കെ. അപ്പൊ ചേട്ടാ ശരിയെന്നാ. അതാവും പോയിന്നേ. വാ. അല്ലേ വേണ്ട, അങ്ങോട്ട് പോവാ. ഇങ്ങടാ. ഈശ്വര, ഇനിയിപ്പോ സാറ് ചോദിക്കുമ്പോ എന്താ പറയുക? എന്ത് ചോദിക്കുമ്പോ? എടാ, നിനക്ക് ഇത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയുമോ?
ചോളവൻ പറഞ്ഞിട്ടേ സാറ് കാശിന്റെ കാര്യം എന്നോട് ചോദിച്ചാ ഓ ഇത് വലിയ ശല്യായല്ലോ. അങ്ങനെ ചോദിച്ചാ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പിന്നല്ലാതെ അങ്ങനെ തുമ്മയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെന്ന് വെക്കണം. എടാ, ജീവിതം കാറും കോളും നിറഞ്ഞൊരു കടലാണ്. ആ കടലിലൂടെ വഞ്ചി തുഴയുന്ന തുഴക്കാരാണ് നമ്മള്. അക്കരെ എന്നൊരു ലക്ഷ്യമേ ഇക്കാര്യത്തിൽ നമുക്ക് പാടുള്ളൂ. ഇനി നിന്റെ കൂടെ നിന്നാലേ എന്നെ കൂടി നീ ടെൻഷൻ എടുപ്പിക്കും. ഞാൻ പോണു. ഹലോ. ആ ആൻ്റപ്പ, ആ സാറേ, വണ്ടി നീ വീട്ടിൽ കൊണ്ടുവച്ചെന്ന് മേഴ്സി പറഞ്ഞു. ഞാൻ വീട്ടിലില്ലേ, പുറത്താണ്. ആ വേറൊന്നുമില്ലല്ലോ? ഏ അല്ല, വേറൊന്നുമില്ലല്ലോ? ഏ ഏ ഇല്ല സാറേ. ആ എങ്കിൽ ശരിയടാ. ആ വാടാ. ആ ആൻ്റപ്പ, വണ്ടി കണ്ടീഷനായിട്ടുണ്ടല്ലോ. നീ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ആ കൊള്ളാം. അല്ല, നീ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചല്ലേ ഉള്ളൂ, പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്താ? സാറ് എന്നോട് ക്ഷമിക്കണം. എന്തു പറ്റിയിടാ? സാറിന് എല്ലാം അറിയുമെന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ എന്നോട് വിരോധം കാണിക്കാതെ പെരുമാറുന്ന സാറിൻ്റെ മനസ്സ് എൻ്റെ വിശ്വാസവഞ്ചന മൂലം വേദനിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. വിശ്വാസവഞ്ചന കാണിച്ചെന്നോ? നീ എന്നോടോ? നിനക്കെന്താ പറ്റിയത്? ക്ഷമിക്ക് സാറേ, അങ്ങനെയൊക്കെ പറ്റിപ്പോയി. 1500 രൂപ, ബാക്കി 500 ഞാൻ തരാം. അതാ ജോൺസന്റെ കയ്യിലാണേ, അത് ഞാൻ പിന്നെ തരാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനിയും എന്നെ പരീക്ഷിക്കരുത്. വർക്ക്ഷോപ്പിൽ ആകെ 700 രൂപ ആയുള്ളൂ. 1500 രൂപ ഞാനെടുത്ത്, 500 രൂപ ജോൺസനും. അവനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കാശിന് അത്രക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ ചെയ്തു വേണം സാറേ. എല്ലാ മാസവും ഓളവൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി ഒന്നിനും എന്നെ വിളിച്ചില്ലെങ്കിലും എന്നെ സാറ് തെറ്റിദ്ധരിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഒരു കരിങ്കൽ എൻ്റെ നെഞ്ചത്ത് കയറ്റി വെച്ചേക്കുന്ന പോലത്തൊരു ശ്വാസം മുട്ടലാണ് എനിക്ക്. ആൻ്റപ്പ, നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ നീ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നു. ഞാൻ സോളമനെ കണ്ടു, സംസാരിച്ചു എന്നുള്ളതൊക്കെ നേരാ. വർക്ക്ഷോപ്പിൽ എത്ര ആയെന്നോ നീ എത്ര കൊടുത്തുവെന്നോ ഒന്നും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ആൻ്റപ്പ, നമ്മുടെ മനസ്സമാധാനം കളയുന്ന കൂട്ടുകെട്ടുകൾക്കും ഉപദേശങ്ങൾക്കും ആവുന്നത്ര ചെവി കൊടുക്കാതിരിക്കുക. നിന്റെ മനസ്സിന്റെ നന്മയും ശുദ്ധിയുമാണ് നിന്റെ നെഞ്ചത്ത് കരിങ്കല്ല് കയറ്റിവെച്ചതുപോലുള്ള ശ്വാസം കിട്ടാത്ത അവസ്ഥയുണ്ടാക്കിയത്. പണ്ടെൻ്റെ അപ്പൻ പള്ളിമുറ്റത്ത് തലകറക്കം വന്നിരുന്നപ്പോ സോഡ വാങ്ങിക്കൊടുക്കാനും അപ്പനെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാനും മനസ്സ് കാണിച്ച ആ 13 വയസ്സുള്ള ഡൊമിനിക്കേട്ടൻ്റെ മകൻ ആൻ്റപ്പന് എന്നോട് വിശ്വാസവഞ്ചന കാണിക്കാൻ കഴിയില്ലെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് കാത്തു സൂക്ഷിക്കേണ്ടത് നീയാണ്. അതിന് നിനക്ക് കഴിയുമെന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ നീ കാണിച്ച കുറ്റബോധവും പശ്ചാത്താപവും. സാറേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇനി ഇവിടെ നിന്നാ
നീ അവിടെ നിന്നേ. ഇവിടെ നിന്ന് ഒരടി മുന്നോട്ട് പോകരുത്. ദാ ഈ കാശ് പിടിച്ചേ. നിന്റെ അത്യാവശ്യം എന്താന്ന് വെച്ചാൽ നടത്ത്. ഇത് മതിയോ? എന്നിട്ട് ഒരു 5 മണിയാകുമ്പോൾ നീ ഇവിടെ എത്തണം. ഈ കാറ് നീ ഓടിക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. നിനക്ക് വരാൻ പറ്റുമോ? വരാം സാറേ. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ നിങ്ങളെ ആൻ്റപ്പാ ഒരു മിനിറ്റ്. എടാ ആൻ്റപ്പാ, ഇപ്പം എങ്ങനെയുണ്ട്? ആ സോളമൻ പറയും സാറിനോടെ വർക്ക്ഷോപ്പിൽ എത്ര എമൗണ്ട് ആയി എന്നുള്ള കാര്യമോ എന്തൊക്കെ മാറി എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞല്ലേ. അതിൻ്റെ അർത്ഥം നമ്മളെ അല്ല, നീ സേഫാന്ന്. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പേ നിനക്ക് ധൈര്യപൂർവ്വം ചെയ്യാം. എടാ ഒരു താങ്ക്സ് പറയടാ. ആരാ നിങ്ങളെന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല. എടാ ഞാൻ ജോൺസൺ. സോറി, എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾക്ക് ആള് മാറിപ്പോയിട്ടുണ്ടാവും. ശരിയെന്നാ. ഇവരിതെന്ത് പറ്റി? മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. എഫേസോസ് 4-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.